അമേരിക്കൻ പൗരന് അവരുടെ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ US-ലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ I-130 എന്നൊരു ഫോം ഫയൽ ചെയ്യണം. എന്നാൽ ഒരു സഹോദരനെയോ സഹോദരിയോ കൊണ്ടുവരാനായുള്ള കാത്തിരിപ്പ് വളരെയധികം നീണ്ടേക്കാം. മിക്ക കേസുകളിലും ഇത് വർഷങ്ങളോളം എടുക്കാം. ചിലപ്പോൾ 178 മാസത്തിൽ കൂടുതൽ എടുത്തെന്നും വരാം. ഏകദേശം 14 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ വിഭാഗത്തിൽ ധാരാളം ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ വിസകൾ വളരെ കുറഞ്ഞ ഇനത്തിലേ ലഭ്യമാവുകയുമുള്ളൂ. ഇനി മറ്റൊരു സാഹചര്യം നോക്കാം. ഒരു അമേരിക്കൻ പൗരൻ അവരുടെ ജീവിത പങ്കാളിയെ US-ലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ. ഇത് മറ്റൊരു വിഭാഗമാണ്. ഇവിടെ കാത്തിരിപ്പ് സമയം വളരെ കുറവായിരിക്കും. മിക്ക കേസുകളിലും ഏകദേശം 24.5 മാസമാണ് എടുക്കുക. അതായത് ഏകദേശം 2 വർഷം. ഇങ്ങനെ കുറഞ്ഞ സമയം എടുക്കാൻ കാരണം US പൗരന്മാരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മാതാപിതാക്കൾ, 21 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവരെ അടുത്ത ബന്ധുക്കളായി കണക്കാക്കുന്നു. അവർക്കായി വിസകളുടെ എണ്ണത്തിൽ പരിധിയില്ല. ചില സമയങ്ങളിൽ നിങ്ങൾ ഫോം ഫയൽ ചെയ്യുന്ന സ്ഥലം കാത്തിരിപ്പ് സമയത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു അമേരിക്കൻ പൗരൻ അവരുടെ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ കൊണ്ടുവരാൻ എടുക്കുന്ന സമയം ഓരോ USCIS ഓഫീസുകളിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു I-130 ഫോം വഴി കുടുംബാംഗങ്ങളെ US-ലേക്ക് കൊണ്ടുവരുന്നത് പല സമയക്രമം അനുസരിച്ചായിരിക്കും നടക്കുക. നിങ്ങൾ ഒരു US പൗരൻ്റെ അടുത്ത ബന്ധുവാണെങ്കിൽ, അതായത് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ ചെറിയ കുട്ടിയോ ആണെങ്കിൽ കാത്തിരിപ്പ് സമയം സാധാരണയായി കുറവായിരിക്കും. കാരണം കൂടുതൽ വിസകൾ ലഭ്യമാണ്. ഇത്തരം കേസുകൾക്ക് മുൻഗണന നൽകുന്നു. എന്നാൽ നിങ്ങളൊരു അകന്ന ബന്ധുവാണെങ്കിൽ, അതായത് സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ വിവാഹിതരായ പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ വിസകളുടെ എണ്ണത്തിൽ പരിമിതികളുള്ളതുകൊണ്ട് കാത്തിരിപ്പ് വളരെയധികം നീണ്ടേക്കാം. ആളുകൾ ക്ഷമയോടെ കാത്തിരിക്കുകയും അവരുടെ കേസിൻ്റെ വിവരങ്ങൾ അപ്പോൾ പരിശോധിക്കുകയും വേണം. അതേസമയം ട്രംപ് ഭരണകൂടം അടുത്തിടെ റദ്ദാക്കിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ പുനഃസ്ഥാപിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അഭിഭാഷക എലിസബത്ത് ഡി കുർലാൻ കാലിഫോർണിയയിലെ നോർത്തേൺ ഡിസ്ട്രിക്ട് കോടതിയിൽ നടന്ന വാദത്തിൽ സംസാരിച്ചിരുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ താൽക്കാലികമായി പുനഃസ്ഥാപിക്കുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് പുതിയ നയം രൂപീകരിക്കുന്നതുവരെ ഇത് തുടരും. ഈ നയം വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ റദ്ദാക്കുന്നതിനുള്ള ഒരു രൂപരേഖ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ പങ്കെടുത്തതിൻ്റെ പേരിലും DUI പോലുള്ള കേസുകളിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിലും ആയിരക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസകൾ ട്രംപ് ഭരണകൂടം റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ നീക്കം. സെവിസ് രേഖകൾ റദ്ദാക്കാൻ ICEക്ക് ഇപ്പോഴും അധികാരമുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ നോൺ ഇമിഗ്രൻ്റ് സ്റ്റാറ്റസ് നിലനിർത്താൻ കഴിയാതെ വന്നാൽ അല്ലെങ്കിൽ അമേരിക്കൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ICEക്ക് രേഖകൾ റദ്ദാക്കാം. നാഷണൽ ക്രൈം ഇൻഫർമേഷൻ സെൻറ്റർ എന്ന കമ്പ്യൂട്ടർ സംവിധാനത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ICE ഇനി സെവിസ് രേഖകൾ റദ്ദാക്കില്ല. റദ്ദാക്കപ്പെട്ട പല അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും രേഖകൾ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രംപ് ഭരണകൂടം റദ്ദാക്കിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സെവിസ് സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇത് വിദ്യാർത്ഥികൾക്ക് ചെറിയ ആശ്വാസം നൽകുമെങ്കിലും അവർക്ക് രാജ്യം വിട്ടു പോകാൻ ഇപ്പോഴും തടസ്സങ്ങളുണ്ട്. കൂടാതെ സ്റ്റാറ്റസ് റദ്ദാക്കിയതിൻ്റെ രേഖകൾ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയേക്കാം. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അഭിഭാഷകരും വിദ്യാർത്ഥികളും ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്.